ഹായ്, ഞാൻ ഡോക്ടർ ഉണ്ണിമായ. ഇന്ന് പലരും ഫേസ് ചെയ്യുന്നതാണ് അകാലനര അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേ ഹെയർ. ഏഷ്യൻ പോപ്പുലേഷൻ അനുസരിച്ച് 25 വയസ്സിന് താഴെയുള്ളവർക്കുണ്ടാവുന്ന നരയാണ് അകാലനരയായിട്ട് കണക്കാക്കുന്നത്. ഇതിന്റെ മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജെനറ്റിക്. അച്ഛനോ അമ്മയ്ക്കോ അകാലനരയുണ്ടെങ്കിൽ അത് കുട്ടിക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ സ്മോക്കിംഗ്, പൊല്യൂഷൻ, സ്ട്രെസ്, കൂടാതെ ഉണ്ടാകുന്ന പലതര അസുഖങ്ങൾ, അതായത് വിറ്റിലിഗോ, പെർനീഷ്യസ് അനീമിയ, അലോപേഷ്യ ഏരിയേറ്റ, ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ്, കൂടാതെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ട്. അയൺ, കോപ്പർ, സിങ്ക്, വിറ്റാമിൻ B12, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടും ഈ ഒരു അകാലനരയ്ക്ക് കാരണമാകുന്നു. തൈറോയിഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ തൈറോയിഡ് കുറയുന്നത് മൂലം, അതായത് ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമുക്ക് ഈ ഒരു അകാലനര വരുന്നുണ്ട്. ഇതൊക്കെയാണ് അകാലനരയ്ക്കുണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ. ഇതൊക്കെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മെഡിക്കേഷൻസും വേണം. ഈ ഒരു അകാലനര പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റിലേക്ക് മാറുക. അതായത് നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, വിറ്റാമിൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. അതായത് വിറ്റാമിൻ B12, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് കാണപ്പെടുന്ന ഫുഡ് എന്ന് പറയുന്നത് മിൽക്ക്, കേർഡ്, ബട്ടർ, ചീസ്, ലിവർ, സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ സീഡ്സ്, സ്പിനാച്ച്, ഇതിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കൂടാതെ അധിക നേരം വെയിലത്ത് നിൽക്കുന്നത് ഒഴിവാക്കുക, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ഗ്രേ ഹെയറിനെ പ്രിവെൻറ്റ് ചെയ്യാം. ബട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിക്കേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഹോമിയോയിലൊക്കെ ധാരാളം മെഡിസിൻസ് ഉണ്ട് ഗ്രേ ഹെയറിന്. മെഡിക്കേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രേ ഹെയർ പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ്.